ഒരു ഡെസേർട്ട് കഴിക്കാൻ ആഗ്രഹം തോന്നിയാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി പറഞ്ഞു തരട്ടെ. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം, അതും കാലറിയും കുറവ്. എന്നാൽ ദാ പിടിച്ചു ഒരു അടിപൊളി 2 ഇൻഗ്രീഡിയൻറ്റ് ചോക്ലേറ്റ് മൂസിൻ്റെ റെസിപ്പി. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സുലഭമായിട്ടുള്ള പഴമാണ് ഇതിന് മെയിനായിട്ട് വേണ്ടുന്നത്. അതും നല്ല പഴുത്ത പഴമാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഞാനിന്ന് കാണിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു പഴവേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ചേർക്കണം. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഈ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അതൊന്ന് ഡബിൾ ബോയിൽ മെത്തേഡ് വഴി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് കുറച്ച് കട്ടിയായിപ്പോയി, അതിൻ്റെ ചൂടൊക്കെ വിട്ടു തുടങ്ങി. ഡാർക്ക് ചോക്ലേറ്റിന് പകരം മിൽക്ക് ചോക്ലേറ്റ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഈ ഡെസേർട്ട് കുറച്ചും കൂടി ഹെൽത്തി ആക്കണം എന്നുണ്ടെങ്കിൽ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി വേഗൻ ചോക്ലേറ്റ് വേണമെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഇങ്ങ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സിൽക്കി സ്മൂത്ത് ടെക്സ്ചറിലുള്ള ഒരു മിക്സ് കിട്ടും. ഇങ്ങനൊരു ബനാന ചോക്ലേറ്റ് കോമ്പിനേഷൻ ഇത്ര അടിപൊളിയാണെന്ന് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ഇനി ഈ മിക്സ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ഞാൻ എടുത്തിട്ടുള്ള ആ ഡാർക്ക് ചോക്ലേറ്റ് തന്നെ ചെറിയ പീസസ് ആയിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും എൻ്റെ വീട്ടിലെ കുഞ്ഞിക്കൈയും എത്തിയിട്ടുണ്ട് ഇത് തൊട്ട് നിൽക്കാനായിട്ട്. അവൾക്ക് ടേസ്റ്റ് ഇതിൻ്റെ ഓൾറെഡി അറിയാം, അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 3 മണിക്കൂർ വെച്ചതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും നല്ല സിൽക്കി സോഫ്റ്റ് ടെക്സ്ചറിലുള്ള ഒരു ചോക്ലേറ്റ് മൂസാണ് കേട്ടോ. ചോക്ലേറ്റും പുഡിങ്ങും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു പെർഫെക്റ്റ് ഡെസേർട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ? ഇതിങ്ങനെ നാവിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചറാണ് കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം. ബൈ.